ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? റാഹത്തല്ലേ? ഏതൊരു വലിയ വ്യക്തിയുടെ പിന്നിലും എന്തെങ്കിലുമൊക്കെ ഒരു വിജയ രഹസ്യം ഉണ്ടാകും. അതൊന്നിൽ കൂടുതലാകാം, ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഏതൊരാൾക്കും വലിയ നിലയിലെത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും നിർബന്ധമാണ്. അത് പാട്ടിൻ്റെ ഫീൽഡിലാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏത് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഏത് ഫീൽഡാണ് എന്നുണ്ടെങ്കിലും നല്ല സ്വഭാവവും നല്ല വ്യക്തിത്വവും അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ കേരളീയ സാഹചര്യങ്ങളിൽ തന്നെ ഒരുപാട് ഗായകരുണ്ട്, ഒരുപാട് നടന്മാരുണ്ട്, ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ. പക്ഷെ അവരുടെയൊക്കെ ഏതെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം അവരെക്കുറിച്ച് പറയുക അവരുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വരുന്നത് ഹനാൻ ഷായെ കുറിച്ചാണ്. ഹനാൻ ഷായെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. കേരളക്കരയിലെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഹനാൻ ഷാ എന്ന് പറയുന്നത്. ഹനാൻ ഷായുടെ ഉപ്പയുടെ ഒരു കോട്ടിങ് ഞാൻ കേൾക്കുകയുണ്ടായി, ഉപ്പയുടെ ഒരു സംസാരം ഞാൻ കേൾക്കുകയുണ്ടായി. എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു വാക്കായിരുന്നു ഹനാൻ ഷായുടെ ഉപ്പ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇന്നേ വരെ നിങ്ങളെ സമ്പാദ്യം എത്ര ഞാൻ ചോദിച്ചില്ല. ഒരു പരിപാടി കഴിഞ്ഞപ്പം വരുമ്പോൾ എത്രയാണ് കിട്ടിയത്, അവിടുത്തെ എത്ര കിട്ടിയത്, ഇവിടുത്തെ എത്ര കിട്ടിയത്, അവിടുന്ന് എത്ര കിട്ടാൻ ബാക്കിയുണ്ട്, നിങ്ങളെ ആരും ബാങ്ക് ബാലൻസ് ഞാൻ ചോദിച്ചിട്ടില്ല. ശരിയല്ലേ? ശരിയാണ്, കറക്റ്റല്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്, എന്താ ചോദിക്കല്? നമസ്കാരം. അതായത് അത് ഇനി വാഹനത്തിൽ പോവുകയാണെങ്കിലും തയമ്മം ചെയ്തിട്ടാണെങ്കിലും 2 റക്അത്ത് 4 റക്അത്തിലെ 2 റക്അത്ത് ആക്കിയിട്ടാണെങ്കിലും അതിന്റെ കാര്യത്തിൽ കണിശത വേണം. പറയല്ലേ? ഒരു പിതാവ് നിർബന്ധമായിട്ടും ഒരു മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഹനാൻ ഷായുടെ ഉപ്പ ഈ വീഡിയോയിലൂടെ പറയുന്നത്. മക്കളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നിസ്കരിക്കുന്നുണ്ടോ, 5 വക്ത് നിസ്കാരം ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം. ശരിക്കും ആ ഒരു ചോദ്യം മതി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസപരമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തിയാൽ അതെല്ലാ വിജയങ്ങളും അതിൻ്റെ തുടക്കമാണ് എന്നുള്ളതാണ്. ദീനിൻ്റെ തൂണാണ് നിസ്കാരം. നിസ്കരിക്കാത്തവനും നിസ്കരിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം മുഅ്മിനും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണെന്നാണ്, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസമാണെന്നാണ്. അപ്പോൾ നമ്മൾ പേരുകൊണ്ട് മാത്രം മുസ്ലിമായി ജീവിച്ചാൽ അതൊരിക്കലും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ജീവിതമാകില്ല. അതാകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ദിവസം നമ്മൾ നിർവഹിക്കേണ്ട നിസ്കാരങ്ങൾ നിർവഹിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്തായാലും നമ്മൾ ഇടപെടുന്ന പൊതുസ്ഥലങ്ങളിലൊക്കെ നിസ്കാരത്തിനോട് വലിയ രീതിയിൽ ആളുകൾക്ക് താല്പര്യമില്ലാത്ത ഒരു രീതിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. എന്തിനേറെ പൊതുവിടങ്ങളിലേക്ക് പോകണം. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ആദ്യം ഞാൻ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കുക. ഒരു നിസ്കാരം ഖളാ ആയാൽ വർഷങ്ങളോളം അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഖളാ പോയിട്ട് ആ നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുന്നുണ്ടോ, എത്ര ദിവസമായി നമ്മൾ നിസ്കരിച്ചിട്ട്, എന്തു വലിയ ഭയാനകമായ അപകടമാണ് നമ്മൾ വരുത്തി വെക്കുന്നതെന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. 24 മണിക്കൂർ പടച്ചോ നമുക്ക് തരുന്നുണ്ട്. ഏറിപ്പോയാൽ ഒരു നിസ്കാരത്തിന് 5 മിനിറ്റ് കൊടുക്കുക. 5 മിനിറ്റിൻ്റെ ആവശ്യമില്ല. ഇനി 5 മിനിറ്റ് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ്, ഒരു 30 മിനിറ്റ് മാത്രമാണ് 24 മണിക്കൂറിൽ പഠിച്ചു നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമായിട്ട് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ചെയ്യാൻ നേരില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ സമയങ്ങളിലും നമ്മുടെ ജോലികളിലും നമ്മുടെ സമ്പത്തിലൊക്കെ ബർക്കത്തുണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. ഹനാൻ ഷായെ അനുകൂലിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നവർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഹനാൻ ഷാ ചെയ്യുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം ഈ ഒരു നിസ്കാരം തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ വിജയം, എനിക്ക് തോന്നിയിട്ടുള്ള ഹനാൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ഈ നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വലിയൊരു തൗഫീഖാണ്.
അപ്പോൾ പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൃത്യസമയത്ത് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് പഠിച്ചോന് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക. അഹമ്മദാബാദിലെ വിമാനാപകടമൊക്കെ നിങ്ങൾ കേട്ടതല്ലേ? ഒരു സെക്കൻഡ് കൊണ്ടാണ് ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നടിഞ്ഞിട്ടുള്ളത്. ശരീരം പോലും അവസാനം ഒരു നോക്ക് കാണാൻ പോലും ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മരണം ഏത് സമയത്തും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് മരണത്തെ ഒരു കവി വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പരിസരവും സാഹചര്യവും ഒന്നും നോക്കാതെ ഒരു സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഉള്ളിലൊരു ആശ്വാസമെങ്കിലും വേണം. റബ്ബേ, നീ പറഞ്ഞിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമെങ്കിലും എനിക്ക് നിർവഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു മനസ്സമാധാനം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വരേണ്ടതാണ്. നിങ്ങളൊന്ന് നിസ്കാരത്തിൽ മടിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ആകെ അലസത, ആകെ ടെൻഷന്, ആകെ പ്രശ്നങ്ങൾ, അങ്ങനെ ജീവിതം ഇങ്ങനെ വെറുതെ ഇങ്ങനെ തള്ളി നീക്കുക, സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി സിനിമ കാണുക, കളിക്കാൻ പോവുക, ഗെയിം കളിക്കുക, ഫോണിൽ റീൽസ് കാണുക, ഇങ്ങനെയൊക്കെ ടെൻഷൻ വരുമ്പോൾ നല്ല ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കും. ഹനാൻഷായുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ സങ്കടം വരുമ്പോൾ, ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പടച്ചോ നമ്മുടെ കൂടെ ഉണ്ടാവും. ആരും ഇല്ലാത്ത സമയത്ത് രാത്രി നമസ്കാരം ഉണ്ടല്ലോ, അതിന് വലിയ കൂലിയുണ്ട്. അല്ലാണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ട്, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യം കിട്ടുന്ന നിസ്കാരം രാത്രി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഒന്ന് നേരത്തെ എണീക്കുക. ഒരു 4 മണിക്കൊക്കെ അലാറം വെച്ചിട്ട് എണീറ്റിട്ട് 2 റക്അത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ അങ്ങോട്ട് നിസ്കരിച്ചു നോക്കി. പടച്ചോൻ അത്ഭുതങ്ങൾ തരും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഈ ഒരു ഹനാൻഷയുടെ പിതാവിൻ്റെ വാക്കുകൾ മനസ്സിൽ വല്ലാതെ തറച്ചുപോയി. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഹനാൻഷയുടെ ഇഷ്ടപ്പെടുന്നവർ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നവർ, അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിത്വത്തെ കൂടി നമ്മൾ പുലർത്താൻ വേണ്ടി ശ്രമിക്കാം. എങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജോലികളിലും എല്ലാം വലിയ വിജയം ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ഹനാൻഷയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ കാരണം ഇത് തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും നല്ലത് ചെയ്യാനും ചുരുങ്ങിയത് 5 വക്ത് നിസ്കാരമെങ്കിലും ജീവിതത്തിൽ തെറ്റാതെ കൊണ്ട് നടക്കാനുള്ള ഒരു വലിയ തൗഫീഖ് റബ്ബക്ക് നമുക്കൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.